സിനു, ഇത് കാണോ, ഇതൊരു ID കാർഡാണ്. അതെ. പാകിസ്ഥാൻ അവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കുന്ന പൗരത്വ കാർഡാണ്. പാകിസ്ഥാൻ പൗരന്മാർക്ക് കാർഡുണ്ട്. ഈ കാർഡിൻ്റെ ഉടമസ്ഥയുടെ പേര് രവികുമാർ എന്നാണ്. രവികുമാറിൻ്റെ ഭാര്യയുടെ പേര് ശാന്തി. ശാന്തിയുടെയും കാർഡുണ്ട്. ആ കാർഡ് ഞാൻ കാണിക്കാം, പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ രവികുമാറിൻ്റെ കാർഡ് ഞാൻ സിനുവിനെ കാണിക്കാൻ 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ഒരു കഥയാണ്, കണ്ണീരുള്ള കഥ. രണ്ടാമത്തെ ഭാഗം അതീവ ഗുരുതരമായൊരു സംഗതിയാണ്. ഈ കാർഡ് നോക്കൂ, നമ്മുടെ വൈഫൈ ATM കാർഡില്ലേ, അതിലൊക്കെ ചിപ്പുണ്ടല്ലോ, അതുപോലെ ചിപ്പ് വെച്ച കാർഡാണ്. പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന പൗരത്വ കാർഡ്. ആ പൗരത്വ കാർഡിൽ എന്തുണ്ട്? ചിപ്പ് വരെയുണ്ട്. നമ്മുടെ പക്കലുള്ള ആധാർ കാർഡിൽ ചിപ്പുണ്ടോ? ഇല്ല. ഇലക്ഷൻ ID യിൽ ചിപ്പുണ്ടോ? ഇല്ല. റേഷൻ കാർഡിൽ ചിപ്പുണ്ടോ? ഇല്ല. അതായത് പാകിസ്ഥാനിലെ പൗരന്മാർക്ക് അവർ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന കാർഡ് കൊടുക്കുന്നുണ്ട്. ഈ കാർഡിലെ വിശദാംശങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. രവികുമാറിൻ്റെ ഭാര്യ ശാന്തിയുടെ ഉണ്ട്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇത് കൊടുത്തിരിക്കുന്നത് 14/8/23 കൊടുത്ത കാർഡാണ്. 14/8/33 വരെ വാലിഡിറ്റി ഉണ്ട്. 14/8/33 കഴിഞ്ഞാൽ ഈ കാർഡ് റിന്യൂ ചെയ്യണം. അവർ പാകിസ്ഥാനിലുണ്ട്, പാകിസ്ഥാനിലെ പൗരന്മാരായി തുടരുന്നുണ്ട് എന്നതിൻ്റെ രേഖകൾ കൊടുത്താലേ ഈ കാർഡ് പുതുക്കാൻ പറ്റുള്ളൂ. ഈ ശാന്തിബായിയുടെ കാർഡ് വിതരണം ചെയ്തിരിക്കുന്നത് 31/8/2023 എക്സ്പയറി 30/7/2028 വരെയുണ്ട്. മനസ്സിലായല്ലോ? അതെല്ലാം ചിപ്പുള്ള കാർഡാണ്. ഒരു തരത്തിലുള്ള ഫാബ്രിക്കേഷൻ നടത്താൻ പറ്റില്ല. മൈക്രോ ചിപ്പ് വെച്ചിട്ടുള്ള കാർഡ്. ആ ATM കാർഡിലുള്ള ചിപ്പ് കാണാമല്ലോ, എല്ലാവർക്കും അറിയാം. അത്തരം കാർഡുകൾ പാകിസ്ഥാനിലുണ്ട്, നമ്മുടെ രാജ്യത്തില്ല. നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കത്തുമില്ല. ഇപ്പോൾ ആധാർ കാർഡ് നമ്മുടെ നാട്ടിൽ വരുന്ന വിദേശികൾക്ക് പോലും ഐഡൻറ്റിറ്റിക്ക് വേണ്ടി കാർഡ് എടുക്കാം. അതിന് ചിപ്പും ഒന്നുമില്ല. കാരണം അതിഷ്ടം പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, വ്യാജമായി ഉണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ വരെ പൗരത്വ കാർഡുണ്ട്, ഇന്ത്യയിൽ പറ്റില്ല. ഇന്ത്യയിൽ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ പ്രോപ്പർട്ടി അല്ലല്ലോ. പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. പാസ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് രാജ്യത്തിൻ്റെയാണ്. രാജ്യത്തിന് തിരിച്ചു കൊടുക്കണം രാജ്യം ആവശ്യപ്പെട്ടാൽ. അപ്പോൾ എല്ലാ ID കാർഡ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ ID കാർഡുകളും തിരിച്ചറിയൽ രേഖകളാണ്. പക്ഷേ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, എല്ലാ വികസിത രാജ്യങ്ങളിലും, പാകിസ്ഥാൻ വികസിത രാജ്യമല്ലെങ്കിൽ പോലും അവിടെയും പൗരന്മാരുടെ കാർഡുണ്ട്, പൗരന്മാർക്ക് രജിസ്ട്രി ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതുണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. ഇവിടെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ വലിയ കലാപമാണ്. അതാണ് നമ്മുടെ രാജ്യസ്ഥിതി. ഇനി ഞാൻ ഈ കഥ പറയാം. ഈ രവി പാകിസ്ഥാനി ഹിന്ദു ആണെന്ന് മനസ്സിലായല്ലോ. ഭാര്യ ശാന്തിയും ഹിന്ദുവാണ്. അവർ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. പാകിസ്ഥാനിലെ സാഹചര്യം അറിയാമല്ലോ. പെർസിക്യൂഷൻ, മതപീഡനം വല്ലാതെ ഉണ്ട്. 20% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 1%. അപ്പോൾ നെഹ്റുവും ലിയാഖത്ത് ഖാനും തമ്മിലൊരു നെഹ്റു ലിയാഖത്ത് കരാറുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കളെ പാകിസ്ഥാൻ സംരക്ഷിക്കും, അതുപോലെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിമുകളെ ഇന്ത്യ സംരക്ഷിക്കണം എന്നായിരുന്നു കരാർ. ആ കരാർ അണുവിട വ്യത്യാസം കൂടാതെ ഇന്ത്യ പാലിക്കുന്നുണ്ട്. ലോകത്ത് മുസ്ലിമുകൾ ഏറ്റവും സുരക്ഷിതരായി കഴിയുന്ന, സ്വാതന്ത്ര്യത്തോടെ കഴിയുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. തർക്കമൊന്നുമില്ല, അല്ലേ? വേറെ ഒരു രാജ്യത്തും ഇത്രയും സ്വാതന്ത്ര്യം, ഇത്രയും ഇടപെടൽ ഇപ്പോൾ വന്ന് ഈ ഇവിടെയുള്ള ഈ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത്. ഹിന്ദുക്കൾക്കില്ലാത്ത ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയം എന്താ? നരേന്ദ്രമോദി നിരന്തരം പ്രസംഗിക്കുന്നത് എന്താ? സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും വികസനം, അതാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം. ഉത്തർപ്രദേശിലെ രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൂത്തിൽ, ഒരു മണ്ഡലത്തിൽ 526 വീടുകളാണ് മുസ്ലിമുകൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നതിൻ്റെ ഭാഗമായി BJP സർക്കാർ കൊടുത്തത്. ആ രാംപൂരിലെ ബൂത്തിൽ പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJP കിട്ടിയത് 0 വോട്ടായിരുന്നു. അത് വേറൊരു വശം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ മുസ്ലിമുകൾക്ക് നിലവിലൊരു പ്രശ്നമില്ല. ആകെയുള്ള പ്രശ്നം മുസ്ലിങ്ങൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ, ശരീഅത്ത് നടപ്പാക്കാൻ, അവരുടെ പേശീബലം, അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ, മറ്റു സമുദായങ്ങൾക്കെതിരെ നിലപാടെടുക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലേ? അല്ലാതെ ഈ രാജ്യത്ത് മുസ്ലിമുകൾക്കെതിരെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യുന്നില്ല.
ഞങ്ങൾ സംഘടിത വിഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ പാഠ്യപദ്ധതി വേണം, പാഠ്യസമയം വേണം, സ്കൂൾ യൂണിഫോം വേണം, ഞങ്ങൾ പറയുന്ന പോലെ അവധികൾ വേണം, ഞങ്ങൾക്കാണ് ഇവിടുത്തെ അധികാരത്തിലെ പ്രധാന പങ്ക് വേണ്ടത് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം. ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കാവുന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോഴാണ് വ്യത്യാസം. അല്ലാതെ ഇന്ത്യൻ മുസ്ലിമുകൾക്ക് ഒരു കുഴപ്പമില്ല. പരാതിക്കാർ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കാണ്. മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ, മദ്രസ പെൻഷനാണേലും മദ്രസ ക്ഷേമനിധി ആണെങ്കിൽ ഇപ്പം തന്നെ ലോൺ കിട്ടും. അതെ, കഴിഞ്ഞ ദിവസം ലോണിൻ്റെ തുക കൂട്ടിയിട്ടുണ്ട്. പലിശയില്ലാത്ത ലോണാണ്. പലിശയില്ലാത്തത് സഹായിക്കാനുമാണ്, പലിശ ഹറാമായതുകൊണ്ടാണ്. എന്തായാലും അങ്ങനെ ഒരുപാട് ആനുകൂല്യം. ഇപ്പം ഹിന്ദുക്കൾ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കണ്ട, നമ്മളും പറയുന്നത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിന് നമ്മളെതിരല്ല, പക്ഷേ ഹിന്ദുവിനും കൂടെ കൊടുക്കണം, ക്രിസ്ത്യാനിക്കും കൂടെ കൊടുക്കണം. അങ്ങനെ പൗരന്മാരെ തുല്യരായി കാണണം. ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങളും അധികാരങ്ങളും ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നത് ശരിയല്ല. തുല്യമായി ഭരണഘടനയിൽ സമത്വം വേണമെന്നല്ലേ പറയുന്നത്? സമത്വം ഒരുപോലെ ചെയ്തോ, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ രവിയും ഭാര്യ ശാന്തിയും അവിടെ വലിയ പീഡനം അനുഭവിച്ച് അവിടെ കഴിയുകയായിരുന്നു. അവർക്ക് ഇന്ത്യയിലേക്ക് വരണം. അതിനവർ വിസയ്ക്ക് അപേക്ഷിച്ചു. 18 മാസമായിട്ടും തീരുമാനമൊന്നും ആയില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കൂടെ നടന്നതുകൊണ്ട് പിന്നെ ഡിലേ. പാകിസ്ഥാനി എന്നുള്ളവർ നോക്കുമ്പോൾ പാകിസ്ഥാനിയാണെന്നാണ് നോക്കുന്നത്, അല്ല ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നല്ല നോക്കുന്നത്. ഇന്ത്യ നോക്കുന്നത് പാകിസ്ഥാനിയാണോ നോക്കി പാകിസ്ഥാനിക്ക് വിസ കൊടുക്കണ്ട എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണ്. ഒരു കാരണത്തിനും നമ്മൾ തിരിച്ചു പോകാനോ പറഞ്ഞല്ലോ, എല്ലാവരും നമ്മൾ തിരിച്ചയച്ചു, പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കുന്നില്ല. കേരളത്തിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ കുറച്ച് പേരൂടെ ഉണ്ടായിരുന്നു. അവരും തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആരും ഒന്നും മിണ്ടുന്നില്ല. അതവിടെ വേറൊരു കാര്യം. അപ്പോൾ ഏതായാലും വിസ കിട്ടിയില്ല. അവസാനം ഇവർ തീരുമാനിച്ചു, രവിയും ഭാര്യ ശാന്തി ചെറുപ്പക്കാരാണ്, ചെറിയ പ്രായമാണ്. അവിടെ ചെറുപ്രായത്തിൽ പ്രായപൂർത്തി മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്ന പോലെ ഹിന്ദുക്കളും കല്യാണം കഴിക്കും. അതുകൊണ്ട് ചെറിയ പ്രായമുള്ള ഈ ചെറിയ പിള്ളേർ എന്ന് പറയുന്ന 20 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇവർ രണ്ടുപേരോട് തീരുമാനിച്ചു, ഞങ്ങൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പോവാണ്. അപ്പോൾ അങ്ങനെ അവർ വീട്ടുകാരൊക്കെ പറഞ്ഞ് സൂക്ഷിക്കണം, ഇല്ല ഒരു രക്ഷയില്ല, ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ പോയിട്ട് പിച്ച നിണ്ടിയാണെങ്കിലും ഇന്ത്യയിൽ പോയി ജീവിക്കാം, സമാധാനമുണ്ടല്ലോ. അങ്ങനെ ഒരു കന്നാസ് നിറയെ വെള്ളവും ഒരു പാക്കറ്റ് ബ്രെഡുമായി രവിയും ശാന്തിയും കൂടെ പാകിസ്ഥാൻ അതിർത്തിയിലെ പാകിസ്ഥാൻ റേഞ്ചർമാരെ വെട്ടിച്ച് ഇന്ത്യയിൽ കടന്നു. ഇന്ത്യയിലെ BSFനെയും വെട്ടിച്ചു. പാക് റേഞ്ചർമാരുടെയും BSFൻ്റെയും കണ്ണിൽപ്പെടാതെ ഇവർ താർ മരുഭൂമിയിലെത്തി. താർ മരുഭൂമി മുറിച്ച് കിടന്നാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണത്തിലെത്താമെന്ന് അവർ കരുതി. അവർ ജയ്സാൽമേർ ഭാഗത്തൂടെ നടന്ന് ഒന്നുമില്ല, വെയിലല്ലേ, ഒരു കാക്കക്കാലിൻ്റെ മറ പോലുമില്ലാത്ത കൊടും ചെയിലിൽ ഉരുകി തിളയ്ക്കുന്ന താർ മരുഭൂമിയിലൂടെ രവിയും ശാന്തിയും കൂടെ നടന്നു. അവരുടെ പക്കൽ ഒരു കന്നാസ് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചൂടത്ത് കന്നാസിലുള്ള വെള്ളം എന്ത് ചെയ്യും? ആവിയായിപ്പോവും. അങ്ങനെ വെള്ളം തീർന്ന് ഇവർ ബോധരഹിതരായി വീണു. ആ ചിത്രം വരുന്നുണ്ട്. രവിയുടെ മുഖത്താണ് ഈ കന്നാസിരിക്കുന്നത്. അതായത് അവസാന തുള്ളി വെള്ളം ഊറ്റി കുടിക്കാൻ ആ ചെറുപ്പക്കാരൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടുപേരും സൂര്യാതാപമേറ്റ് മരിച്ചവിടെ കിടന്നു. പിന്നെ എപ്പോഴോ അതിലേ പോയ റോന്ത് ചുറ്റാൻ പോയ BSF സംഘമാണ് രവിയുടെയും ശാന്തിയുടെയും മൃതദേഹം കണ്ടത്. വെള്ളം കിട്ടാതെ വെയിലിൽ കരിഞ്ഞ് മരുഭൂമിയിൽ മരിച്ചു കിടന്നു രവിയും ശാന്തിയും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഇന്ത്യയെ കുറ്റമൊക്കെ പറയും, മോദിയെ കുറ്റമൊക്കെ പറയുമെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഓടി പോകുന്നില്ല അല്ലേ? അതെ. കാരണം എന്താ? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇന്ത്യ എൻ്റെ രാജ്യം എന്നൊക്കെ പറയും. മാറിയിരുന്ന് പാകിസ്ഥാൻ അനുകൂലമായി സിന്ദാബാദ് വിളിക്കുന്നവരുണ്ടെങ്കിലും എല്ലാവരും വിളിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, വിളിക്കുന്നവരുണ്ടെങ്കിലും ഈ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ മുസ്ലിമുകളെ പോലും എന്നാ നീ പാകിസ്ഥാനിൽ പൊക്കോളുന്ന, അയ്യോ ഞാൻ പോകത്തില്ല എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഹിന്ദു ഇന്ത്യയിലേക്ക് ഓടി വരാൻ നോക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് അല്ലേ? അവിടെ ഗതികെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഹിന്ദു ഇഷ്ടം പോലെയാണ്. എല്ലാവരും ഉണ്ട്, അവസരം കിട്ടിയ എല്ലാവരും പോലും. അവർക്ക് വേണ്ടി വന്നാൽ ഇവിടെ അഭയം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. ഏതായാലും ഈ നെഹ്റു ലിയാഖത്ത് കരാറ് പാകിസ്ഥാൻ ലംഘിച്ചു. കരാർ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും പാലിക്കണം. പാകിസ്ഥാൻ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുക, ഇന്ത്യ ഹിന്ദുക്കളെ പെറ്റുപെരുകാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ലിബറലായ നിലയെടുക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റുന്ന ഹിന്ദുക്കൾക്ക് ഈ ലിയാഖത്ത് നെഹ്റു കരാറ് ഇപ്പോൾ ഏകപക്ഷീയമായി പാകിസ്ഥാൻ ലംഘിച്ച പശ്ചാത്തലത്തിൽ അവിടുത്തെ നിവൃത്തിയില്ലാത്ത ഹിന്ദുക്കളെ ഇവിടെ കൊണ്ടുവന്ന് പൗരത്വം കൊടുക്കാനുള്ള പുതിയ നിയമമുണ്ട്. അല്ലെങ്കിൽ അവരിവിടെ വന്നാൽ നിങ്ങൾ പൗരത്വം കൊടുക്കണ്ട. പാകിസ്ഥാനിൽ നിന്നുള്ളവർ അഭയാർത്ഥികളായിട്ട് പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ അങ്ങനെ തന്നെ പറയണം. പാകിസ്ഥാനിലുള്ള മുസ്ലിം അവർ ചോദിച്ചു വാങ്ങിച്ച രാജ്യത്ത് അവരുടെ കയ്യിലിരിപ്പുണ്ട്, അവരുടെ മതം നടപ്പാക്കുന്നതുകൊണ്ട്, മത നിയമം നടപ്പാക്കുന്നതുകൊണ്ട് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് ഏതെങ്കിലും മുസ്ലിം പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. വെട്ടി മുറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ രാജ്യമാണ്. പക്ഷെ അവിടുത്തെ ഹിന്ദുക്കൾ വേറൊരു രാജ്യം വന്നാലും ഞങ്ങളെ ഈ രാജ്യം കാത്തു രക്ഷിച്ചുകൊള്ളും എന്ന് കരുതി വിശ്വസിച്ച് നിന്ന് ചതിക്കപ്പെട്ടവരാണ്. അവരിവിടെ വന്നാൽ വിസ ഓൺ അറൈവൽ പോലെ എത്തിച്ചേർന്ന ഓട്ടോമാറ്റിക് വിസ കിട്ടുന്ന ഒരു കാര്യം പരിഗണിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായും പരിഗണിക്കേണ്ടതാണ്. ഇത് സർക്കാരിനോട് ആരും പറയാത്തതോ സർക്കാരിൻ്റെ കാതിൽ പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും രവിയുടെയും ശാന്തിയുടെയും പ്രായത്തിലുള്ള ഈ കുട്ടികൾ 18 വയസ്സ് 18 മറ്റേ ഉള്ളവർക്ക് ആ കുട്ടികളുടെ മരണം നമ്മുടെ ഇന്ത്യൻ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്, നമ്മളെ കണ്ണീരണിയിക്കേണ്ടതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പാകിസ്ഥാന് പോലും പൗരത്വ കാർഡ് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പൗരത്വ കാർഡ് പറ്റില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ അവകാശമുള്ളൂ? അങ്ങനെയുള്ള വോട്ടർ പട്ടികയിലുള്ള ആളുകൾ ഇന്ത്യൻ പൗരന്മാരാണോ എന്ന് ബീഹാറിൽ പരിശോധിക്കുമ്പോൾ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ നടത്തുമ്പോൾ ഇന്ത്യൻ ആണോ എന്നുള്ള പരിശോധന നടക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിനാണ്. 50 ലക്ഷം പേരാണ് ബീഹാറിൽ ഇപ്പോൾ വിദേശികൾ, 50 47,72,000 പേർ ബംഗ്ലാദേശികളും നേപ്പാളികളുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഇക്കാലത്ത് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നേ ബംഗ്ലാദേശികളും നേപ്പാളികളും. അപ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് ഇന്ത്യയിൽ വോട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഇപ്പോൾ ഇവർ ചോദിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് പൗരത്വം നോക്കാൻ എന്താ അധികാരം? ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഭരണഘടന പറയുന്നു ഇന്ത്യൻ പൗരന്മാരാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടാവേണ്ടത്. 2003 വരെ 55, 65, 70കളിൽ 2003 വരെ ഇതുപോലെ രാജ്യത്തെമ്പാടും വോട്ടർ പട്ടിക റിവ്യൂ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ല, നരേന്ദ്രമോദിയുടെ കാലത്തല്ല സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ നടക്കുന്നത്. പലതവണ 2003 അവസാനം നടന്നിട്ടുണ്ട്. അത് 2003 ശേഷം 22 വർഷക്കാലം വോട്ടർ പട്ടികയുടെ പരിശോധന നടന്നിട്ടില്ല. 2003 ശേഷം വന്നവർ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടോ എന്ന് നോക്കുകയല്ല, നിങ്ങളുടെ പൗരന്മാർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കാൻ ഭരണഘടന പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൗരരാണെന്നുള്ളൊരു കടലാസ് കാണിക്കൂ എന്ന് പറഞ്ഞാൽ ഇല്ല, കടലാസ് കാണിക്കില്ല എന്ന് പറയാൻ ഈ ആളുകളെ പ്രേരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ പട്ടികയിലുള്ളവർ നല്ല ശതമാനം ഇന്ത്യൻ പൗരന്മാരല്ല. ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് എന്താ, മമതാ ബാനർജിക്ക് എന്താ? ബീഹാറിൽ 50 ലക്ഷം കിട്ടിയെങ്കിൽ ബംഗാളിൽ ഇതുപോലൊരു പരിശോധന നടത്തിയ കോടികളുണ്ടാവും ബംഗ്ലാദേശികൾ. ഇതാണ് പ്രശ്നം. അങ്ങനെയാണ് CPM ബംഗാൾ ജയിച്ചുകൊണ്ടിരുന്നത്, മമത ബംഗാൾ ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രവിയുടെയും ശാന്തിയുടെയും ID കാർഡ്, പൗരത്വ കാർഡ്, ചിപ്പുള്ള പൗരത്വ കാർഡ്, പണ്ട് കളിയാക്കുമായിരുന്നു. 2000 നോട്ടിറക്കുമ്പോൾ മോദി അതിൽ ചിപ്പ് വെക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സുഡാപ്പികളും കമ്മികളും കളിയാക്കുമായിരുന്നു. പാകിസ്ഥാനിലുണ്ടേ ചിപ്പുള്ള പൗരത്വ കാർഡ്. ഈ കുറേ പേരുടെയെങ്കിലും സ്വപ്നഭൂമിയായ പാകിസ്ഥാനിൽ ചിപ്പുള്ള പൗരത്വ കാർഡ് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ പറ്റില്ല എന്നതിനൂടി ഉത്തരം പറയണം. അത്തരം ഒരു ചോദ്യം കൂടി രവിയുടെയും ശാന്തിയുടെയും മരണത്തെ തുടർന്ന് ഉയർത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളാരും രവിയുടെയും ശാന്തിയുടെയും മരണം അറിഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.